അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ എന്താണെന്നോ? പാൽക്കപ്പ ഉണ്ടാക്കിയേട്ടാ. അപ്പോൾ കുറച്ച് നാളായി പാൽക്കപ്പ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പാൽക്കപ്പയും ചിക്കൻ വറുത്തരച്ചതും ഉണ്ടാക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ സാലുച്ചേട്ടൻ പറഞ്ഞ ഏതായാലും മീൻകറി ഉണ്ടല്ലോ, ഇനി ചിക്കൻ്റെ ആവശ്യമില്ല, പാൽക്കപ്പയും മീൻകറിയും കൂടി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കാരണം പാൽക്കപ്പ ഉണ്ടാക്കി, മീൻകറി ഉച്ചക്കത്തെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ രാത്രിത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നമുക്ക് പാൽക്കപ്പയ്ക്കുള്ള ഞാൻ വെള്ളം വെച്ചിരുന്നു കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കപ്പയെന്ന് പറഞ്ഞത് 2 മണിക്കൂറോളം നുറുക്കി വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകി വാരി നീറ്റാക്കിയതാണ്. കാരണം ഈ കപ്പയുടെ ഒരു കട്ടുണ്ടല്ലോ, ആ കട്ട് പോകണമെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നുറുക്കി വെള്ളത്തിലിടണം കേട്ടോ. ഞാൻ 2 മണിക്കൂർ ഇട്ടിരുന്നു. അതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ കപ്പ ഇടുന്നത്. കാരണം അതിന് മുമ്പ് വെള്ളവും കപ്പയും കൂടി ഒപ്പം വെച്ചാൽ കപ്പ വാടിപ്പോവും. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം കപ്പ ഇടുക. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, കപ്പ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1.5 കിലോ കപ്പ വാങ്ങിച്ചതാണ്. അപ്പോൾ തൊണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം ചിലപ്പോൾ 1/100 അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ കേട്ടോ. 1 കിലോത്തിന് ഇത്തിരി കൂടി ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കപ്പ നന്നായിട്ടൊന്ന് വേകട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കോരി മാറ്റാം. ഇനി തേങ്ങാപ്പാലിലൊന്ന് റെഡിയാകാനുള്ളതാണ്. ഇത്ര മതി. ഞാൻ ഉടച്ച് നോക്കിയിട്ട് ഉടയുന്നുണ്ട്. ഇത്ര മതി. നമുക്കിനി ഇത് കോരി മാറ്റാം കേട്ടോ. അപ്പം നമ്മൾ കപ്പയെല്ലാം കോരി മാറ്റിയിട്ടോ ഇതിലേക്ക്. അപ്പോൾ ഈ ചട്ടിയിലാണ് ഞാൻ റെഡിയാക്കുന്നത്. ഇപ്പം നമുക്ക് കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കാം ആദ്യം. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറുകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഉടക്കണം. പാല് ഒഴിച്ചതിന് ശേഷം ഉടക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മളെ കപ്പയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടോ. ഇനി പാലിൽ കിടന്നൊന്ന് റെഡിയാവാനുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സംഭവങ്ങൾ ഇടണേണ്. ഒരു 5-8 കഷ്ണം ഉള്ളി ചതച്ചതാണ്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചതച്ചതാണ്. 3 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില കൂടി കിടക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ഒരു വലിയ മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ. ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ എടുക്കേണ്ടി വരും. ഇത് വലിയൊരു മുറി തേങ്ങയാണ്. അപ്പോൾ അതിൻ്റെ 2 പാലും കൂടി, 1-ാം പാലും 2-ാം പാലും കൂടി ഉള്ളതാണ്. അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി കപ്പ നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയതാണ്, എന്നാലും ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാലിൽ കിടന്നൊന്ന് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഏതാണ്ടൊക്കെ റെഡിയായി കേട്ടോ. നന്നായിട്ട് വെന്ത്, പിന്നെ ഇതൊന്ന് ഇരിക്കും തോറും ഒന്നും കൂടി ഡ്രൈ ആവും ഇത്. അപ്പോൾ പാൽക്കപ്പ വെക്കുമ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കണേ, അല്ലെങ്കിൽ ഇതൊക്കെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പാലും കപ്പയെല്ലാം കൂടി. ഇത്ര മതി. നമുക്കിനി ഒരു താളിപ്പും കൂടി ഇതിലേക്ക് ഇടണം. ഓക്കെ, നമുക്ക് താളിപ്പിടാം കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാണിട്ടുണ്ട്. അല്പം കടുകിടാം. ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതാണ്, ഒരു 5-6 ഉള്ളി അരിഞ്ഞതാണ്. അതിട്ട് കൊടുക്കാം.
2-3 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത്ര മതി. നമുക്ക് ഇനി ഇത് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ താളിപ്പ് നമുക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാൽ കപ്പ റെഡി ആയിട്ടുണ്ട്. ഉപ്പക്കപ്പ ആവുകയാണ്, ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ മീൻകറി ഇരിപ്പുണ്ട്, അതും കൂട്ടി കഴിക്കാം. ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ പാൽക്കപ്പ ഈ ചട്ടിയിലാണ് വെച്ചത്. ചട്ടിയാപ്പിടി കൊണ്ടുവന്ന് വെച്ചേക്കണേ കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലൊക്കെ ഇങ്ങനെ പിടിച്ച് പഠിച്ചൊക്കെ കഴുകാനും പിടിക്കാനൊക്കെ നടക്കണ്ടല്ലോ എന്നുള്ളത് ഞാനിതിൽ തന്നെ വെച്ചിട്ടാണ് വിത്തിന്ന് എടുക്കാൻ പോണത്. അല്പം പാൽക്കപ്പ എടുക്കാം. പണ്ടൊരു പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് 2ാമത്തെ തവണയാണ് ഈ ഉണ്ടാക്കുന്നത്. അന്ന് എന്താ ഇറച്ചിക്കറി ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അതും കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. രാത്രിയാണ്, ഇപ്പോൾ ഇവിടെ ഒരു 7 മണിയായി കേട്ടോ. ഇന്ന് രാത്രിയത്തെ ഫുഡ് ഇതാണ്, വേറെ ഫുഡൊന്നും ഇല്ല കേട്ടോ. ആർക്കും ഒരു ഫുഡും ഇല്ല ഇന്ന്, ഇത് മാത്രം. ഒരു കഷ്ണം മീനെടുക്കാം. അപ്പോൾ കപ്പയൊക്കെ കഴിക്കുമ്പോൾ ചിക്കനോ ഇറച്ചിയോ മീനോ എന്തെങ്കിലും കൂട്ടി കഴിക്കണമെന്നാണ് പറയണത്. നമുക്ക് മീൻ കൂട്ടി കഴിക്കാം. ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ആ വറവയും കൂടി ഇട്ടപ്പോഴേ പൊളിയാണ് കേട്ടോ, പൊളി. അല്പം മീനും കൂടി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചാറ് ഗ്രേവിയും കൂടി അങ്ങനെ അടിച്ച് കുഴച്ചടിക്കാം. പൊളിയാട്ടോ, പൊളി. അപ്പോൾ പാൽക്കപ്പയുടെ വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു സബ്സ്ക്രൈബ് തരണം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.